പൊട്ടിച്ചടിക്ക്, പൊളിക്ക് പൊളിക്ക് പൊളിക്ക്. Chest number 2 on stage. ഇതിലും ചേരണ്ട. 2+. എൻ്റെ പൊന്നു ഗായ്സ്, ഞങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് ഞങ്ങളുടെ എൻജിൻ വെള്ളത്തിൽ മുങ്ങി. എൻ്റെ പൊന്നു മോനെ, നന്ദിയുണ്ട്, നന്ദി. ഇവിടെ ഒരു മീനുണ്ട്. ഇതിവിടെയാണ്, ഈ വള്ളിപ്പായലിൻ്റെ അവിടെ ആയിരുന്നത്. ആ പായലിൻ്റെ ഭാഗത്തായിട്ട് എന്തേനു അടിച്ചടാ പറഞ്ഞില്ലേ? ചെറുതൊന്നല്ല, നമുക്ക് പിടുത്തം കണ്ടില്ലേ? നീ വഞ്ചനക്കല്ലേ ഞാൻ കേട്ടില്ല. പെലിക്കല്ലോ ഒരു 1,400 ഉണ്ടാവും. അതൊക്കെ എനിക്കും സംഭവിക്കാം. ഞാൻ ജീവൻ നെഞ്ചത്ത് വെച്ചു, നെഞ്ചത്ത് നന്നടിച്ചിട്ട് ഊരിപ്പോയി. 1998 കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇവിടെ നിന്നൊരു മീനടിക്കണേ. എന്തൊരു സൗണ്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് അടി വീണായിരുന്നു. ഞാൻ പറഞ്ഞു റെക്സ് വലിക്കാൻ. കലക്കി കളഞ്ഞടിച്ചു. നല്ല രസമാണ്, ഞാനിങ്ങനെ കാണുമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതേട്ടാ ആ ചാക്ക് പറഞ്ഞതാ. ഏയ് ലൂസായ പോയാനെ. ഒരു മറ്റേ ലൂക്കായുടെ മാമ്പയിൽ ഒരു 1,400 1.5 കിലോ ഒരു മീൻ കേട്ടോ. കിഡിൽ തന്നെ അടിയായിരുന്നു. ഞാൻ ലൈവ് കാണുമായിരുന്നു. ഇങ്ങോട്ട് ഓടിയ പറഞ്ഞു പിടിച്ചാൽ ഇതേട്ടാ ഡാർക്കിൻ്റെ മാമ്പേൽ എടുത്തിട്ടുണ്ടല്ലോ. കളന്നിട്ടുണ്ടാവില്ല, അപ്പം തന്നെ ഓഫീസ് എന്താ വായിൽ പിടിക്കാൻ വായന. ഡാർക്കിൻ്റെ മാമ്പേൽ ഒരു വന്നിട്ട് ചേരാൻ.
ഒരു നാടനാണ് ആകപ്പാട് ഒരു ദിവസം വന്ന് അടിച്ചിട്ട് കിട്ടാണ്ട് പോയി. ധർമ്മമായിട്ടുള്ള നല്ല ഏറ് കിടക്കണ്ട അവിടെ. നമ്മളിപ്പോൾ കാണാത്ത എൻ്റെ അമ്മേ എന്താ അടിച്ചേ? ക്യാമറ ഒക്കെ വേണം. അയ്യോ 1,200 രൂപ വീണോ അടിച്ചത്? ഓ 1,200 ഓ എൻ്റെ പൊന്നു ഗായ്സ്, ഞങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് ഞങ്ങളുടെ എൻജിൻ വെള്ളത്തിൽ മുങ്ങി തുഴഞ്ഞ് അതെ ശവമായിട്ട് കിട്ടിയതാണ്. ഒരെണ്ണം പിടിക്കാണ്ട് കരക്കേറ ശരിയല്ല. ഞങ്ങൾ ഒരെണ്ണം പിടിക്കാണ്ട് ഞങ്ങൾ കയറൂല. ഓളെ വെയിറ്റ് ഉണ്ടോ ഇതേട്ടാ. എൻ്റെ പൊന്നു മോനെ നന്ദിയുണ്ട്, നന്ദി ടൈഗറിൽ. അതെ ഞാൻ പക്ഷെ വേറെ ഇങ്ങോട്ട് നോക്കി തോന്നുന്നു. അത് എടുത്താണ്ടോന്നറിയില്ല. അപ്പൊ തന്നെ അത് സമയം കൊടുത്ത് വെട്ടറ സൗണ്ട് ഒക്കെ പ്രേഷ്യോ ടൈഗറിൻ്റെ. അവനെ ഞങ്ങൾ ഇന്നലെ കണ്ടുവച്ച മീനാട്ടോ. ഇന്ന് ഞങ്ങളങ്ങ് തൂക്കി. കേട്ടോ ഒരു 1.5 ഉണ്ടാവും. സ്ലിപ്പാവുന്നുണ്ട്. അതിൻ്റെ ഇവിടെ ഇതില്ല, ബെയറിംഗ് ഇല്ല, നല്ല റീലുകൾ പോലെ ടൈഗറിൽ കേട്ടോ. പിന്നെ നല്ല കണ്ട മീനെ ഞങ്ങൾ. നല്ലൊരു മീൻ, നല്ലൊരു അടി. എൻ്റെ ക്യാമറ വെള്ളം ഉണ്ടാവുക, മുഖത്തോട് വെള്ളം കയറിച്ചായിരുന്നു. പ്ലെയർ എടുത്തേ വേണ്ട, ഉള്ളിൽ തള്ളിക്ക് പോകുന്നു. ആ കുളത്തെ ഞാൻ നേരെയാക്കി കേട്ടോ. പോകിൻ്റെ കിട്ടത് ഇടക്കും തരക്കാണ് അതിൽ അടി കിട്ടുള്ളൂ. ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ? വലിച്ചോണ്ടോ എടാ? സോറിടാ മക്കളെ, ഫിന്നറിലെ കടിച്ചാൽ തോന്നും കേട്ടോ. ഫിന്നറിലെ കടിച്ചാണ്. കണ്ടടാ മോനെ, കണ്ടടാ കണ്ടടാ. മീനൊന്നും പോ. ആ കുഞ്ഞ് പൊക്കൊന്നും വേണ്ട. 2+ മീനാട്ടോ. ഞങ്ങൾ കരപ്പയ്ക്ക് കാണിച്ചു തരാം. മഞ്ഞുണ്ട് എന്തേലും ആ തുറന്നോട്ടോ. മണലാണോ? അങ്ങനെ പിടിക്കണ്ടേ? ഒന്ന് തളരട്ടെ തളരട്ടെ തളരട്ടെ. അകത്താ ഞാൻ പൊക്കിയിടണോ?
+2 ഉണ്ടോ? ആ ഇവർക്ക് ചായയും കടിയുള്ളതൊക്കെ ഒരു സമാധാനമായി റീല് വാങ്ങി എടുത്തോളാൻ പാടില്ല. ലാർക്കല്ല തൂക്കുണ്ട് വെയിറ്റ് ഉണ്ട് 2200 ഉണ്ട്. എടാ, ഒരു short എടുക്കണേ. ഷോർട്സ് എടുക്കണേ. വേണോ? വീഡിയോ ഇട് വേണ്ട. വീഡിയോ ഉണ്ട് ഒരെണ്ണോടത്ത് എനിക്ക് കിട്ടലൊക്കെ കണക്കായി കൂട്ടാം. ഇത് തിരിഞ്ഞത് കാണില്ല. ഞാൻ മാതിരി നോക്കാൻ നാലുവട്ടം നോക്കിയിട്ടാണ്. ലാർക്കിൻ്റെ മാമ്പേല് ഒരു 2 അടുത്തുണ്ടെന്ന് തോന്നുന്നു. ആ 2 ഉണ്ട് കേട്ടോ. 2 ഒരു ചേറ് കിഡിലും ചേറണ്ട മേലെ ഉണ്ടെന്നോ അടിച്ചാന്തറ് ലാർക്ക് മാമ്പ മുത്താണോ നമ്മുടെ സീസണിലെ. പോവാൻ ചാൻസ് ഉണ്ടോ? ഒരു കിലോ സൈസ് ഇട്ടാ മാമ്പേല് മേലൊക്കെ നാശാക്കല്ലേ മീനെ. എല്ലാ ഡ്രസ്സിലും മീൻ്റെ വേണം. അയ്യോ ഒന്നിന് മേലെ ഉണ്ടല്ലേ? ലാർക്കിൻ്റെ മാമ്പേൽ കേട്ടോ. ഒരു 1,200 ഉണ്ടാവും. എന്തായിരിക്കും പുറത്ത് വയ്ക്കുമ്പോൾ ഇത്രയും ചെളിയാവൂലായിരുന്നു. ഒക്കെ വായിട്ട് തന്നെ കയറി ചാടൂട്ടാ. നീ ഇരിക്കണതിൻ്റെ പൊക്കത്തേക്ക് അങ്ങനെ ഇരിക്കണ അതിനകത്ത് കയറി നോക്കാം. ഒന്നാണ് മീൻ വേണം. എല്ലായിടത്തും മീൻ കുറച്ച് ദിവസമായി അവിടെ കിടന്ന് കളിക്കണം. ഒരു 1.5 ഉണ്ടാവും കേട്ടോ. പെളിക്കന അടിച്ച് അന്തറാക്കി കിടന്നു. ഒരു 1.5 മേലെ ഉണ്ട് കേട്ടോ. വരണ
കേട്ടോ ലാർക്കിൻ്റെ മാമ്പേര്. നല്ല വീട്ടാണ്. ഞാൻ ഫോൺ വിളിച്ചാൽ ടൈറ്റുകളല്ലേ ഏട്ടാ. പെലിക്കനിൽ അടിച്ചാട്ടോ 1 കിലോ സൈസ് ചേർ. ടൈറ്റാക്കല്ലേ എന്ന് പറഞ്ഞില്ലേ? അപ്രതീക്ഷ ടൈറ്റായുള്ള കുഴപ്പം മനസ്സിലായ? അത് അപ്രതീക്ഷമായ അടിയായിരുന്നു. ഞാൻ പറഞ്ഞ അത്ര ടൈറ്റാക്കി പിടിക്കില്ലേ, മീൻ ഭയങ്കര ടെമ്പറായിട്ട് ഊരി പോകുന്നതാണ്. ഛേ, ഒരു കിലോ ഉണ്ടായിരുന്നു.